സന്തോഷത്തിന്റെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, ഹിമാലയത്തിന്റെ മടിത്തട്ടെന്ന് പ്രശസ്തി ആർജിച്ച ഭൂട്ടാൻ തന്നെ. ശരിക്കും ഇവിടെ വന്നാൽ നമ്മൾക്കും ആ ഹാപ്പിനെസ് കിട്ടും. എത്ര ക്ഷിപ്രകോപിയും ഈ ഭൂട്ടാനിൽ 1 മണിക്കൂർ ചെലവഴിച്ചാൽ ശരിക്കും ശാന്തരായി തീരുമെന്നത് വാസ്തവമാണ്. കാരണം ഇവിടുത്തുകാർക്കൊന്നും ഒരു കോപവും ദേഷ്യവും ഒന്നും ഇല്ലെന്നേ. വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നില്ലേ? എന്നാൽ സത്യം അതാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിയസ് മാത്യു. അങ്ങനെ ഞാൻ ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ 8 ദിവസം സന്തോഷത്തിന്റെ തിരമാലകളിൽ നൃത്തം ചവിട്ടിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ഫ്ലൈറ്റിൽ യാത്ര തിരിച്ച് വെസ്റ്റ് ബംഗാളിലുള്ള ബാദ്ദോഗ്ര എയർപോർട്ടിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നൊരു ബസ്സിൽ ഞങ്ങൾ ഭൂട്ടാനിലേക്ക് യാത്ര തിരിച്ചു. ബാദ്ഗോഗ്രയിൽ നിന്നും ആദ്യം എത്തിയത് ഫ്യൂൻഷോ ലിങ്കിലാണ്. അവിടെ എത്താൻ 150 കിലോമീറ്ററേ ഉള്ളൂ എങ്കിലും 4 മണിക്കൂർ കൊണ്ടാണ് അവിടെ എത്തിച്ചേർന്നത്. ഫ്യൂൻഷോ ലിങ്കിലേക്കുള്ള യാത്രയിൽ വെസ്റ്റ് ബംഗാളിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നീണ്ടു നിവർന്ന് പരന്നു കിടക്കുന്ന ടീ എസ്റ്റേറ്റുകൾ. ഞാൻ കണ്ടിരിക്കുന്ന ടീ എസ്റ്റേറ്റുകളൊക്കെ മലഞ്ചെരുവുകളിലാണ്. ഇത് തികച്ചും പരന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ തേയിലച്ചെടികൾ ഭംഗിയായി വരിവരിയായി നിൽക്കുന്നു. ഓ, അത് കണ്ടിട്ട് അതിശയായി പോയി കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു വേറെന്തെങ്കിലും ചെടിയായിരിക്കുമെന്ന്. പക്ഷെങ്കിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അത് തേയിലച്ചെടി തന്നെ. അത് മാത്രമല്ല, കൂടാതെ കമുകുകളുടെ നീണ്ട നിരകളും കണ്ടു. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ കമുകുണ്ടായിരുന്നു, ഇപ്പം വളരെ കുറവല്ലേ. ഇപ്പം കമുകുകളൊക്കെ കാണണമെങ്കിൽ കണ്ണൂരും കോഴിക്കോടും ഒക്കെ പോകണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ വാഴത്തോപ്പുകളും ഇടയ്ക്കുള്ള നദികളും ഒക്കെ കണ്ടപ്പോൾ ശരിക്കും കേരളം പോലെ തന്നെ തോന്നിപ്പോയി കേട്ടോ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഫ്യൂൻഷോ ലിങ്കിലെത്തി. വെസ്റ്റ് ബംഗാളിൽ നിന്നും ഭൂട്ടാനിലേക്ക് കയറുന്നതാണ് ഈ ഗേറ്റ് ആണ്. ഇവിടെയാണ് ഇമിഗ്രേഷൻ പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ഈ ഫ്യൂൻഷോ ലിങ്കിൽ താമസിച്ചു. അതിനുശേഷം ഞങ്ങൾ തലസ്ഥാനമായ തിമ്പുവിലേക്ക് യാത്ര തിരിച്ചു. ഹിമാലയത്തിന്റെ മടിത്തട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂട്ടാൻ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. എങ്ങോട്ട് തിരിഞ്ഞാലും മലകൾ മാത്രം. 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഭൂട്ടാനെ ഹിമാലയത്തിന്റെ മടിത്തട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ലാൻഡ് ഓഫ് തണ്ടർ ഡ്രാഗൺ എന്നും ഈ രാജ്യത്തെ വിളിക്കാറുണ്ട്. ഭൂട്ടാനിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന അതിഭീമാകാരമായ പച്ചപ്പ് നിറഞ്ഞ മലകൾക്കിടയിലെ സുന്ദരമായ ഒരു താഴ്വരയിൽ നിന്നായിരിക്കും നമ്മൾ നോക്കുക. ഈ രാജ്യത്തിന്റെ 70% ഫോറസ്റ്റ് ആണ്. 30% മാത്രമേ ജനവാസമുള്ളൂ. ഈ രാജ്യം ബുദ്ധമത സാംസ്കാരിക പാരമ്പര്യവും കാർബൺ നെഗറ്റീവ് പദവിയും പച്ചപ്പർവ്വതമലകൾ കൊണ്ട് ലോകശ്രദ്ധ ഏറെ പിടിച്ചുപറ്റുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. കിഴക്കൻ ഹിമാലയത്തിൽ ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലാണ് ഭൂട്ടാൻ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഭൂട്ടാൻ അതിർത്തിയിൽ കയറിയപ്പോൾ തന്നെ ഒരു ഭൂട്ടാനി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡിനെ കിട്ടിയത് ഒരുപാട് ഉപകാരമായി. ആ ഗൈഡ് പറഞ്ഞു ഇന്ത്യ അവരുടെ ബിഗ് ബ്രദർ ആണെന്ന്. എല്ലാ രാജ്യവും GDP അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്ട്സ് അളക്കുമ്പോൾ ഈ രാജ്യം GDPക്ക് പകരം ഗ്രോസ് നേഷൻ ഹാപ്പിനെസ് അല്ലെങ്കിൽ GNH എന്ന ആശയത്തിന് മുൻഗണന നൽകുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യമാണ് ഭൂട്ടാൻ. ഞങ്ങൾ ഇതുവഴി 8 ദിവസം തലങ്ങനെയും വിലങ്ങനെയും പോയെങ്കിലും ദേഷ്യമുള്ള ഒരാളെ പോലും കണ്ടില്ലെന്നുള്ളതാണ് വാസ്തവം. ഈ രാജ്യത്ത് ഒരൊറ്റ ട്രാഫിക് ലൈറ്റ് പോലും ഇല്ല. എല്ലാവരും അന്യോന്യം റെസ്പെക്ട് ചെയ്ത് ജംഗ്ഷനൊക്കെ നല്ല ഭംഗിയായി കടന്നു പോകുന്നു. സീബ്ര ലൈനിൽ ആരെങ്കിലും കാല് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വാഹനങ്ങളും ആ ആൾ കടന്നു പോകുന്നത് വരെ സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ ലോകത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് രാജ്യമാണിത്. നമ്മൾ ഉച്ഛ്വസിക്കുമ്പോഴും വാഹനങ്ങൾ ഓടുമ്പോഴും ഒക്കെ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ മുഴുവനും ആഗിരണം ചെയ്യാനുള്ള വനങ്ങളാണ് ഇവിടെയുള്ളത്. കാരണം 70% വനങ്ങൾ തന്നെയാണ്. അങ്ങനെയാണ് ഇത് കാർബൺ നെഗറ്റീവായ രാജ്യമായത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാൽ ശുദ്ധമായി ശ്വസിക്കാം. അങ്ങനെ തന്നെ ആവുമ്പോൾ നമ്മുടെ അത് ക്യാരക്ടറിനെ വളരെയധികം സ്വാധീനിക്കും. പിന്നെ ഇവിടെ മുഴുവനും മലകളായതിനാൽ വലിയ സ്പീഡിലൊന്നും നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയില്ല കേട്ടോ. എവിടെയോട്ട് നോക്കിയെന്നാലും താമരശ്ശേരി ചുരം പോലെ തോന്നിപ്പിക്കുന്ന വഴികളാണ്. മാർച്ച് മാസം ആയതിനാൽ ഇവിടെ സ്പ്രിംഗ് സീസണിന്റെ തുടക്കമാണ്. ആയതിനാൽ ചെറിയും പീച്ച് ട്രീസും ഒക്കെ പൂവണിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ നദിയിലൊന്നും അത്രയ്ക്കൊന്നും വെള്ളമില്ലായിരുന്നു. അങ്ങ് മലമുകളിലെയും ഗ്ലേസേഴ്സിന്റെയും മഞ്ഞുകളൊക്കെ ഉരുകി വേണം ഇനി നദികളിൽ ധാരാളം വെള്ളം ഉണ്ടാകാനായിട്ട്. അതിനിനി 1 മാസമെങ്കിലും എടുക്കും. മരതക പച്ചയാർന്ന മലകളുടെ താഴ്വാരം ശരിക്കും ഒരു സുന്ദരി ഗ്രാമം തന്നെ. ആ സുന്ദരിയുടെ പാദങ്ങളിൽ വെള്ളിപ്പാദസരം അണിഞ്ഞതുപോലത്തെ ഈ നദിയിലെ മേനിയേറിയ വെള്ളാരം കല്ലുകൾ നിരനിരയായി കണ്ണെത്താത്ത ദൂരത്തോളം അങ്ങനെ കിടക്കുന്നത് കണ്ടാൽ ആരും ആ നദീതീരത്തേക്ക് ഓടിയിറങ്ങാൻ മോഹിച്ചു പോകും. എന്നാ മേനിയേറിയ ഉരുളൻ കല്ലുകളാണെന്നോ അവിടെ കിടന്നത്. ഞങ്ങളിങ്ങോട്ട് പോരുന്ന വഴിക്കെല്ലാം കുറേ കാറുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ആളുകളൊക്കെ ആ നദീതീരത്തിരുന്ന് പിക്നിക്ക് നടത്തുന്നതുമുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കണ്ടു. ഇവിടെ ഇഷ്ടം പോലെ നദികളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം താരതമ്യേന കുറവായിട്ടാണ് കണ്ടത്. അത് ഞാൻ പറഞ്ഞല്ലോ, സ്പ്രിങ്ങിൻ്റെ സീസൺ ആയതുകൊണ്ടാണ്. ഇനി 1 മാസമൊക്കെ കൂടെ കഴിയുമ്പോഴത്തേന് ധാരാളം വെള്ളം അതിനകത്ത് കാണും. പിന്നെ ഇവിടുത്തെ പഴയ വീടുകളൊക്കെ 3 നില കെട്ടിടങ്ങളാണ്. 1-ാം നിലയിൽ കന്നുകാലികളെ കെട്ടാൻ ഉപയോഗിക്കും. 2-ാമത്തെ നിലയിൽ വിറകും വൈക്കോലും അതുപോലെ സ്റ്റോറേജ് റൂംസ് ആയിട്ട് ഉപയോഗിക്കും.
മൂന്നാമത്തെ നിലയിലാണ് ആളുകൾ താമസിക്കുന്നത്. ഇപ്പോൾ സിറ്റിയിലൊന്നും ഇങ്ങനെ കാണാറില്ല. അതുപോലെ തന്നെ നിന്ന നിൽപ്പിലാണ് കോടമഞ്ഞ് വരുന്നത്. വഴിയൊന്നും കാണാൻ പറ്റാതെ വരും. പക്ഷെ വേഗം തന്നെ അത് മാറിപ്പോകുന്നതും കാണാം. മലമുകളിലോട്ടൊക്കെ ആ കോടമഞ്ഞ് ഇറങ്ങി നിൽക്കുന്നതൊക്കെ കാണാൻ എന്നാ രസമാണെന്നോ. അതുപോലെ ക്ലിയർ ആയി കഴിയുമ്പോൾ നമുക്ക് സ്കൈ ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അന്നേരം ആ വെള്ളി മേഘങ്ങളും നീലാകാശമൊക്കെ കണ്ടെന്നാൽ ഏതോ തടാകങ്ങൾ കിടക്കുകയാണെന്നേ തോന്നുകയുള്ളൂ. അതിനെ തൊട്ട് താഴെ മരതകപ്പട്ട് അണിഞ്ഞിരിക്കുന്ന കൂറ്റൻ മലകളും ശാലീന സുന്ദരിയെപ്പോലെ നിൽക്കുന്ന താഴ്വരകളും ആ താഴ്വാരത്തെ മോടി പിടിപ്പിക്കുന്ന വെള്ളാരം കല്ലുകൾ നിറഞ്ഞ പുഴകളും ഒക്കെ എത്ര കണ്ടാലും മതി വരില്ല. ഇവിടുത്തെ നെൽപ്പാടങ്ങളും ഒക്കെ കാണാൻ നല്ല രസമാണ്. അതങ്ങ് താഴ്വാരത്താകുമ്പോൾ ചെറിയ ചെറിയ വയലുകളായി തരംതിരിച്ചിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ്. ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ വന്നിരുന്നെങ്കിൽ നല്ലവണ്ണം പച്ചപ്പും വിവിധ തരത്തിലുള്ള പുഷ്പങ്ങളും ഒക്കെയായി നല്ല ഭംഗിയായേനെ. ഇപ്പോഴും ഭംഗി തന്നെയാണ്. എന്നാലും മലകളിലൊന്നും പുല്ലൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുകയാണ്. അതൊക്കെ ഇനിയും 2 മാസം കൊണ്ടാണ് അത് തളർത്ത് വരേണ്ടത്. കാരണം ഇവിടെ നല്ല തണുപ്പുമാണ്. സ്വെറ്ററും ഗ്ലൗസും എല്ലാം ഇട്ടിട്ട് നല്ല തണുപ്പ് തന്നെയായിരുന്നു. പിന്നെ ഭൂട്ടാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു മൃഗത്തിനെയും കൊല്ലത്തില്ല. പശുവിനെയോ ആടിനെയോ പട്ടിയെയോ ഒന്നിനെയും കൊല്ലത്തില്ല. ഈവൻ മീൻ പിടിക്കുക പോലും ചെയ്യില്ല. കാരണം മീനെ പിടിച്ചു കഴിയുമ്പോൾ അത് ചത്തുപോകത്തില്ലേ, അതുകൊണ്ട് അതും ചെയ്യത്തില്ല. മരങ്ങൾ പോലും അത്യാവശ്യത്തിന് മാത്രമേ മുറിക്കത്തുള്ളൂ. കാരണം അതുവല്ല ഉണങ്ങിപ്പോയതോ കരിഞ്ഞു പോയതോ ഒക്കെ ആയിട്ടുള്ള മരങ്ങളാണ് അവർ മിക്കവാറും മുറിക്കുക പോലും. കാരണം ഇവിടെയുള്ളവർ ബുദ്ധമത വിശ്വാസികളാണ്. അവർ അഹിംസ അത്രയധികം പ്രാക്ടീസ് ചെയ്യുന്നു. ഇവർ മീറ്റും ഫിഷും ഒക്കെ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഹോട്ടലിലൊക്കെ നമുക്ക് നോൺ വെജും കിട്ടും. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങളും കൊതിച്ചില്ലേ ഭൂട്ടാനിലൊന്ന് പോകണമെന്ന്? ശരിക്കും ഒന്ന് കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ഒരു രാജ്യമാണ് ഭൂട്ടാൻ. അപ്പോൾ വരുന്ന വീഡിയോയിൽ അവിടുത്തെ മറ്റു കാഴ്ചകളെ പറ്റി പറയാം. അപ്പോൾ ബൈ ഫോർ നൗ ആൻഡ് സീ യു സൂൺ.